മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകൂടെ അത് ചെയ്യുന്നത്. മറ്റുള്ള ചെടികൾ ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ്. ഇന്ന് വേറെ മറ്റതിൻ്റെ വളപ്രയോഗമോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ നല്ല വെറൈറ്റികൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് പെറ്റൽ കൂടുതലുള്ള ചെടികൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഓർഡിനറി തന്നെയാണ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നമ്മൾ വണ്ണമുള്ള ഭാഗം കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ടാണ് സാധാരണഗതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. മറ്റുള്ള ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ സൈഡിൽ തന്നെ ചെയ്യണമെന്നില്ല, സെൻറ്ററിൽ വെച്ചാൽ മതി. നമ്മുടെ ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും നോക്കി അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ ഈ കാണുന്ന പോർഷൻ ഈ ചെടിയുടെ ഇതേ സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചുറ്റി വിടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് എൻ്റെ സെൻറ്ററിൽ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഈ പോളിത്തീൻ ഷീറ്റും കൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ വച്ച പീസ് മാറിപ്പോകാതെ നമ്മളിതിനെ ചുറ്റി വിടണം. ഇതിൻ്റെ സൈഡ് ഞാൻ കീറി വിട്ടിട്ടുണ്ട് കെട്ടി വയ്ക്കുന്നിടയ്ക്ക്. ഇതാണ്ടില്ലേ, ഇതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിവിട്ടാൽ ഇതിന് ഒരു മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.